അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് ഖുർആനിൽ വന്ന ചില മുദാഫിലേകൾ പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി. നസ്റുല്ലാഹി അള്ളാഹിൻ്റെ സഹായം. കണ്ടോ, ഇന്ത്യന്ന് വന്നു നസ്റുല്ലാഹി. അപ്പോൾ എന്താ? മുലാഫിലെ. അപ്പോൾ ഇവിടെ നസ്രു ആണ് മുലാഫ്, സഹായം ഇസ്മാണ്. അല്ലാഹി ഇസ്മുൽ ജലാൽ, മുലാഫിലെ മജ്റൂർ. അപ്പോൾ നസ്രു എന്ന് വന്നു. ഓക്കെ. അപ്പോൾ ഇതിന് അലിഫ്ലാമുണ്ടോ? ഇല്ല. തൻവീനുണ്ടോ? ഇല്ല. കാരണം എന്താ? മുലാഫാണ്. ഇന്ത്യ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്, അള്ളാഹുവിൻ്റെ സഹായം. അപ്പോൾ നസ്രു, റാക്ക് തൻവീനിടൂല. നസ്രു തുടക്കത്തിൽ അലിഫ്ലാമിടൂല. പിന്നെ അള്ളാഹു എന്ന് പറയോ? നസ്രുല്ലാഹു എന്ന് പറയോ? ഇല്ല. നമ്മളെങ്ങനെ പഠിച്ചത്? നസ്രുല്ലാഹി. ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ട് നസ്രുല്ലാഹി അല്ലാഹി എന്ന് വന്നു. കാരണം എന്താ? അല്ലാഹി ഇസ്മുൽ ജലാൽ മുലാഫിലെ മജ്റൂറാണ്. അപ്പോൾ മുലാഫിലെ ആയതുകൊണ്ടാണ് അല്ലാഹി എന്നത് മജ്റൂറായത്, കസറായത്. അപ്പോൾ നസ്റുല്ലാഹി മുലാഫിലെ. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ നസ്റുല്ലാഹി എന്ന് ഓതുന്നത്. ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോൾ അടുത്തത് നോക്കാം. ഖുൽ അഊദു ബി റബ്ബിൻ നാസി. ജനങ്ങളുടെ രക്ഷിതാവ്. അപ്പോൾ എന്താ അർത്ഥം? ഉടേന്ന് വന്നു, ജനങ്ങളുടെ. അപ്പോൾ ജനങ്ങളുടെ രക്ഷിതാവ് എന്ന് വന്നുകൊണ്ടാണ് ബി റബ്ബിൻ നാസി എന്ന് വന്നത്. എങ്ങനെ ബി റബ്ബിൻ നാസി എന്ന് പറഞ്ഞത്? ഇവിടെ എന്തുകൊണ്ട് റബ്ബ് മജ്റൂറായി? കാരണം റബ്ബിന് മുമ്പ് നമ്മൾ പഠിച്ച ബി വന്നു. ബി എന്താ? ഹർഫു ജറാണ്. അപ്പോൾ ബി വന്ന റബ്ബു എന്നുള്ളത് എന്താവും? റബ്ബി എന്നാവും. കാരണം ബി ഹർഫു ജറാണ്, റബ്ബി ഇസ്മ് മജ്റൂറാകും. അപ്പം ബി റബ്ബി എന്നേ പറയുള്ളൂ. ഓക്കെ, ബി റബ്ബി. ആ ബി ഇല്ലായിരുന്നെങ്കിലോ? റബ്ബു. പക്ഷെ ബി വന്നുകൊണ്ട് എന്തായി? ബി റബ്ബിൻ നാസി. എന്തുകൊണ്ട് നാസി എന്നായി? എന്തുകൊണ്ട് സീനിന് കസ്രത്തായി? കാരണം മുലാഫിലെയാണ്. കാരണം നമുക്കറിയാം മുലാഫിലെ എപ്പോഴും മജ്റൂറാണ്. അപ്പോൾ ജനങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയണമെങ്കിൽ റബ്ബുന്നാസി. പക്ഷെ ബി റബ്ബിന്നാസി, ബി വന്നുകൊണ്ട് കസറായി, ബി റബ്ബിന്നാസി. അപ്പോൾ അങ്ങനെയാണ് മുലാഫിലെ. അപ്പോൾ റബ്ബിന്നാസി. അപ്പോൾ റബ്ബിനെന്താ? അപ്പോൾ എന്താണിത്? മുലാഫിലെ. അടുത്തത് നോക്കൂ. അല്ലാഹു നൂറുസ്സമാവാത്തി വൽ അർദി. ആകാശങ്ങളുടെ പ്രകാശം. അപ്പോൾ ആകാശങ്ങളുടെ, അപ്പോൾ എന്താ? ഉടേ വന്നു. അപ്പോൾ നൂറിന് അലിഫ്ലാം ഇടാൻ പാടുണ്ടോ? പാടില്ല. നൂറിന് റാക്ക് മുകളിൽ തൻവീൻ ഇടാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ നൂറു. പിന്നെ അസ്സമാവാത്തി മജ്റൂറാണ്. കാരണം എന്താ? മുലാഫിലെ എപ്പോഴും മജ്റൂറാണ്. നൂറു സമാവാത്തു എന്ന് പറയോ? ഇല്ല. നൂറു സമാവാത്താന്ന് പറയാൻ പാടുണ്ടോ? ഓതാൻ പാടുണ്ടോ? ഇല്ല. പിന്നെയോ? നൂറു സമാവാത്തി, ആകാശങ്ങളുടെ പ്രകാശം. അപ്പോൾ ഇത് മുലാഫിലിയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? രണ്ട് ഇസ്മുകൾ അടുത്ത് വരികയാണ്. ഇൻ്റെ അല്ലെങ്കിൽ ഉഡേ എന്നുള്ള അർത്ഥം വരികയാണ്. നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം. അപ്പോൾ ഇൻ്റെ. റബ്ബിന്നാസി ജനങ്ങളുടെ രക്ഷിതാവ്. അപ്പോൾ ഉഡേ. നൂറുസ്സമാവാത്തി ആകാശങ്ങളുടെ പ്രകാശം. അപ്പോൾ ഉഡേ. അപ്പോൾ ഇങ്ങനെ ഇൻ്റെ ഉഡേ എന്നർത്ഥം വന്ന് രണ്ട് ഇസ്മുകൾ അടുത്ത് വന്നിട്ട് ഇൻ്റെ ഉഡേ എന്നർത്ഥം വന്ന് അത് മുലാഫിലെയാണ്. മുലാഫിൽ എന്തുണ്ടാവില്ല? അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. പക്ഷെ മർഫൂ ആകാം, മജ്റൂറാകാം, അല്ലേ? നസ്രു മർഫൂ ആണ്, മർഫൂവായി. പക്ഷെ റബ്ബോ? റബ്ബി മജ്റൂറായി. കാരണം എന്താ? ഹർഫു ജർ ബി അതിന് മുമ്പ് വന്നു. അപ്പോൾ ബി റബ്ബി. പിന്നെ ഈ നൂറെന്താ? മർഫൂ. കാരണം അതിന് മുൻപേ ഹർഫു ജർ ഒന്നും വന്നില്ല. അപ്പോൾ എന്താ? മർഫൂ. നൂറുസ്സമാവാത്തി. അടുത്ത് നോക്കൂ. ഹാദിഹി നാഖത്തുല്ലാഹി. അള്ളാഹുവിൻ്റെ ഒട്ടകം. ഓക്കെ, പെണ്ണൊട്ടകമാണ്. കാരണം നമ്മളതും പഠിച്ചതാണ്. ഇസ്മിൻ്റെ
ആ അവസാനത്തെ അക്ഷരം താ മർബൂത്ത വന്നാൽ ഈ കെട്ടുള്ള ത അല്ലേ, നാക്കത്തു കെട്ടുള്ള ത ആണ്, താ മർബൂത്ത എന്ന് അതിനെ പറയാം. അത് സ്ത്രീലിംഗത്തെയാണ് മിക്കവാറും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പെണ്ണൊട്ടകമാണ്. അപ്പം നാക്കത്തുല്ലാഹി അള്ളാഹുവിൻ്റെ ഒട്ടകം ഉണ്ടോ, ഇന്ത്യന്ന് വന്നു. അപ്പം നാക്കത്തിന് അലിഫ്ലാം ഇടാൻ പാടുണ്ടോ, പാടില്ല. പിന്നെ ഇതെന്താണ്, താ മർബൂത്തൊക്കെ പിന്നെ തൻവീന് ഇടുന്നില്ല, കാരണം അത് മുദാഫാണ്. പിന്നെ അള്ളാഹി എന്തായിരിക്കണം, ഇസ്മുൽ ജലാല മജ്റൂറായിരിക്കണം, കാരണം മുദാഫിലെയാണ്. അപ്പോൾ നാക്കത്തുല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഒട്ടകം എന്ന് അർത്ഥം വരില്ല. നാക്കത്തുല്ലാഹി എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാകുക. കാരണം മുദാഫിൽ എന്തായിരിക്കണം, കസറത്തായിരിക്കണം, മജ്റൂറായിരിക്കണം. പിന്നെന്താ അടുത്തത്, മുഹമ്മദുൻ റസൂലുല്ലാഹി അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പോൾ റസൂലിന് അലിഫ്ലാം ഇടാൻ പാടുണ്ടോ, പാടില്ല. റസൂലിന് തൻവീൻ ഇടാൻ പാടുണ്ടോ, പാടില്ല, കാരണം മുദാഫാണ്. പിന്നെ അള്ളാഹി എന്തായിരിക്കണം, മുദാഫിലെ മജ്റൂറായിരിക്കണം, മുദാഫിലെ മജ്റൂറായിരിക്കണം. കാരണം മുദാഫിലെ നമുക്കറിയാം എപ്പോഴും മജ്റൂറാണ്, ഇസ്മുൽ ജലാൽ. ലഹും ദാറുസ്സലാമി അവർക്കുണ്ട് സമാധാനത്തിൻ്റെ ഗേഹം. ഉണ്ടോ, ഇന്ത്യന്ന് വന്നു. അപ്പോൾ ദാറു മുദാഫാണ്, അലിഫ്ലാം ഇടാൻ പാടുണ്ടോ, പാടില്ല. ദാറു തൻവീൻ ഇടാൻ പാടുണ്ടോ, പാടില്ല, കാരണം അത് മുദാഫാണ്. അപ്പോൾ ദാറുസ്സലാമി കണ്ടോ, കസർ വന്നു, കാരണം എന്താ, മുദാഫ് ഇലൈഹിയാണ്. കാരണം നമുക്കറിയാം മുദാഫിലെ എപ്പോഴും മജ്റൂറാണ്, മുദാഫിലെ എപ്പോഴും മജ്റൂറാണ്. അപ്പോൾ മറ്റേ സമാധാനത്തിൻ്റെ ഗേഹം എന്ന് പറയുകയാണെങ്കിൽ ദാറുസ്സലാമി. പിന്നെ ദാറു മർഫുവാണ്, കാരണം അതിന് മുമ്പ് ഹർഫ് ജറൊന്നും വന്നിട്ടില്ല ദാറിന്നാക്കാൻ. ഓക്കെ, അപ്പോൾ ദാറുസ്സലാമി. അപ്പോൾ ഇങ്ങനെ നമ്മളിനി ഖുറാനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ രണ്ട് ഇസ്മുകൾ അടുത്ത് വന്ന് ഇൻ്റെ അല്ലെങ്കിൽ ഉടേന്ന് മലയാളത്തിൽ അർത്ഥം വരുന്ന ആയത്തുകളാണെങ്കിൽ ഈ രീതിയിലാണ് അതിൻ്റെ പിന്നെ അറബി എഴുതുക. മുദാഫിന് അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. മുദാഫിലെ മജ്റൂറായിരിക്കും. ആ മുദാഫിലെ അലിഫ്ലാം ഉണ്ടാകാം, അലിഫ്ലാം ഇല്ലാതിരിക്കാം. നമ്മൾ പഠിച്ച ഖുറാനിലെ ആയത്തുകളൊക്കെ അലിഫ്ലാം ഉള്ളതാണ്. ബാറക്കല്ലാഹു ഫീക്കും.